ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ടാവും. ഇന്നത്തെ എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സമൂഹത്തിലൊക്കെ കാണുന്ന വീട്ടമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭർത്താവിന് വേണ്ടി ജീവിച്ചു, അതിനുശേഷം കുട്ടികളായി, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു, പിന്നെ അവരെ സ്കൂളിലേക്ക് അയക്കാൻ ആയിട്ട് സമയം കണ്ടെത്തുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സമയം കണ്ടെത്തുന്നു, എൻ്റെ ജീവിതം മുഴുവനായിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇനിയിപ്പം കമ്മിങ് ടു ഫാദേഴ്സ്, അവരായാലും പറയുന്നുണ്ട് ഞാൻ ജോലിക്ക് പോകുന്നത് പോലും എൻ്റെ മക്കളെ വളർത്താനാണ്, അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെ ഒരിക്കലും അവനവന് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത് വളരെ ചുരുക്കമാണ്. നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കണ്ടെത്താത്തൊരവസ്ഥയാണ് നമ്മൾ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡോക്ടറിന് ആ ഒരു സാഹചര്യം സമൂഹത്തിൽ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾക്ക് വളരെ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. എല്ലാവരും ബിസിയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ആരും ബിസി അല്ലാത്തവരില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ പോകണതാണ്. ഇപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, യുവാനി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, ഓരോരുത്തരും വ്യത്യസ്തം മാത്രം. ഇപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആക്കാൻ സാധിച്ചാൽ കുറേയൊക്കെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുടുംബ പശ്ചാത്തലം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിന് സമയം കണ്ടെത്താണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തുന്ന മാതിരി എനിക്ക് ചിലപ്പോൾ സമയം കണ്ടെത്താൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങളെ കുടുംബത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ആക്ടിവിറ്റീസ് തന്നെ പോകണം. എൻ്റെ ഇതിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂൾ വേറെ ആയിരിക്കും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് എൻ്റെ പിള്ളേർക്കും എൻ്റെ വൈഫിനും അതിൽ സംതൃപ്തി ആണെങ്കിൽ തീർച്ചയായിട്ടും അവരതിൽ കൺവിൻസ്ഡ് ആകുമ്പോൾ അവർക്ക് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത് ഏത് ഷെഡ്യൂളിലാണോ എങ്ങനെയാണോ എങ്ങനെയാണ് അവരുടെ പശ്ചാത്തലം നോക്കിയിട്ടായിരിക്കണം നമ്മൾ അതെല്ലാം നമ്മളൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ആ മൈൻഡ് സെറ്റിൽ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പക്ഷെ അതിൽ വെച്ചുകൊണ്ട് എനിക്ക് ചില ടൈം എൻ്റെ കുടുംബത്തിന് ചിലവഴിക്കാൻ സാധിക്കണം. അതെത്ര ബിസി ഷെഡ്യൂളാണെങ്കിലും കുറച്ച് സമയം അത് ഞാൻ അവരെ മനസ്സിലാക്കിക്കൊണ്ട് ആ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ ആവലാതി പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അത് ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും. അപ്പോൾ ചില ആളുകൾ വീക്കിലി വൺസ് ഒന്ന് ഔട്ടിങ്ങിന് പോകും, ചിലപ്പോൾ വീക്കിലി വൺസ് റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും, പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും പോകും. ചില ആളുകൾ മൂവീസ് എന്തെങ്കിലും കാണാൻ പോകും. അതൊന്നുമില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് അവർ കുറച്ച് കഥകളും തമാശകളും അവരൊരു ഇവാലുവേഷനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രയാസകരമായി തോന്നിയാലും പക്ഷെ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നതാണ്. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ചെറിയ മോള് 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവളാണ് വീടിൻ്റെ എല്ലാ കൺട്രോളും അവളെ കയ്യിലാണ്. അവൾ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, അപ്പോൾ എപ്പോൾ വരും രാത്രി? അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞാൽ എപ്പോൾ വരും? രാത്രി 9:30 10 മണിയാവും. ഓക്കെ, 10 മണി കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്ക് കുറച്ച് കള്ളനും പോലീസും കളിക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. അപ്പോൾ എൻ്റെ ഡോട്ടർ ഉണ്ട്, സൺ ഇൻ ലോ ഉണ്ട്, മറ്റ് 2 ഡോട്ടേഴ്സ് ഉണ്ട്, വൈഫ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെറിയൊരു കുടുംബമാണ്. അപ്പോൾ ഞാൻ ആ 10 മണിക്ക് വന്നിട്ട് 9:00 വന്നിട്ടാണെങ്കിലും അല്പസമയം ഒരു അരമണിക്കൂർ നമ്മൾ ആ കുട്ടികൾക്ക് സമാധാനത്തിന് അവർ കൂടെ ഇരുന്ന് അതെല്ലാം എൻജോയ് ചെയ്യുമ്പോൾ അവർക്കൊരു എൻജോയ്മെന്റ് ആണ്, അത് ഫുൾഫിൽ ചെയ്തുന്നുണ്ട്. നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. കാരണം ഇവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇവരുടെ ഹാപ്പിനെസ്. ഇപ്പോൾ സണ്ണിലൊക്കെ പുതിയ വന്ന ഒരാളാണ്. അപ്പോൾ അവരൊക്കെ ഹാപ്പിനെസ്, അവർ നമ്മൾ കുടുംബത്തിനെ പറ്റി മനസ്സിലാക്കാൻ കിട്ടിയൊരു അവസരമാണ്. അവർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ബോണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഈ കുട്ടികളും ഇവരും തമ്മിലുള്ള ബോണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ള മനസ്സിലാക്കേണ്ട അവസരമാണ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റിലാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലവരും നമ്മൾ അത് മറന്നു പോവാണ്. പ്രയാസങ്ങൾ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിന് നമ്മൾക്ക് സമയം കണ്ടെത്തണം എന്നുള്ളത് ഏകദേശം നിങ്ങളെ മൈൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയും. നാളെ നിങ്ങൾക്ക് ഒത്തിരി വർക്ക് ഉണ്ടാവും. ചിലത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും, ഒട്ടും നടക്കില്ല എന്ന് പറയുമ്പോൾ. പക്ഷേ ഒരുവിധം പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഫിറ്റാക്കാൻ നോക്കും. ഞാൻ രാവിലെ അവിടെ വന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നോളാം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തിട്ട് നമ്മളത് ഫുൾഫിൽ ചെയ്യാൻ നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ടൈം കണ്ടെത്താം. അതെ, അതുപോലെ നമ്മളെ ഹെൽത്തിനും അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ റിലാക്സേഷൻ നമ്മുടെ ബ്രെയിൻ സെല്ലിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് റിലാക്സ്ഡ് മൂഡ് ഇപ്പോൾ ഞങ്ങളൊരു ക്യാപ്ഷൻ തന്നെ നമ്മൾ പറയാറുണ്ട്, മനഃശാന്തി എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ക്യാപ്ഷൻ തന്നെ പറയാറുണ്ട്, എന്തുണ്ടായിട്ട് എന്താ മനസ്സമാധാനം വേണ്ടേ? സത്യമല്ലേ? നമുക്കിനി എന്തുണ്ടായിട്ട് എന്താ കാര്യം? എല്ലാ ക്യാഷും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ? മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മളെ ഉള്ളതിന് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തണം. ഇവിടേക്ക് എത്തിയില്ല, അതിന് 100 വട്ടം ദൈവത്തിന് സ്തുതി. മനസ്സിലായി? അതിൽ അങ്ങനെ പോയെങ്കിലേ ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നുള്ളൂ. മറ്റേ നമ്മളെ ഈ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ല. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കൊരു അന്ത്യമില്ല. ഇന്ന് ഒരു ചെറിയ മാരുതി കാർ വാങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വാങ്ങണത്. ഇത് മതി, എനിക്ക് എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് മാറി, നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോയി. നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, 4-5 കൊല്ലത്തിന് ഇനി ഞാൻ മാറ്റിയേ ഇല്ല. ഒരു 5-6 മാസം കഴിയുമ്പോൾ നമ്മൾ മാറി, മൈൻഡ് മാറി. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് തോന്നി ഇയാൾക്ക് എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം, ഈ കാർ തന്നെ പോരെ, എന്തിനാ ഇയാൾ ഇത്രയും വലിയ എമൗണ്ട് ഇതിലേക്ക്. പക്ഷെ അയാളുടെ മൈൻഡ് സെറ്റ് അപ്പോഴത്തേക്ക് മാറി ആ ലെവലിലെത്തി. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ. ഒന്നിൽ നിൽക്കില്ല, അടുത്തിലേക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ പിടിച്ചതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവരുടെ ആ ലെവൽ എത്തിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ പറ്റിയിട്ട് തന്നെ റീ ഇവാലുവേഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. കിടക്കാൻ സമയത്തൊക്കെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ തന്നെ സെൽഫ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൽ വന്ന മിസ്റ്റേക്സും ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കറക്ഷൻ നടത്താൻ പറ്റും. അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു രാവിലെ നിങ്ങൾക്ക് കാത്തുക്കുമ്പോൾ അതിന് സുപ്രഭാതം നല്ല ഇതോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണ്. അപ്പം നമ്മൾ കുടുംബത്തിന് എന്തൊക്കെ ചിലവഴിച്ചു, എത്ര സമയം ചിലവഴിച്ചു, നമ്മളെ സെൽഫ് ലൈഫിന് വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവിച്ചു, നമ്മളെ ഹെൽത്ത് ഇഷ്യൂസിനും മറ്റുള്ള സമാധാന അന്തരീക്ഷത്തിനും കുടുംബ പശ്ചാത്തലം സ്മൂത്തായി പോകാനും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മുടെ ഇവാലുവേഷൻ വളരെ മസ്റ്റാണ്. പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളിതിലൊക്കെ മറന്നു പോവുകയാണ്. എന്നോടൊക്കെ പല ആളുകളും പറയാറുണ്ട്. പക്ഷെ എൻ്റെ ബേസിക്കലി എൻ്റെ നോളജ് അനുസരിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഭയങ്കര ബിസി ആണെങ്കിൽ കൂടിയിട്ട് ഞാൻ എൻ്റെ നോൺ മെഡിക്കൽ എനിക്ക് കുറച്ച് നല്ല സ്ട്രോങ് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഭയങ്കര കൂട്ടുപിടിച്ചിട്ട് ആ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഞാൻ ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും ആക്ടിവിറ്റീസിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സും മറ്റുമായിട്ടൊക്കെ എല്ലാവരായിട്ടും അത് മാനേജ് ചെയ്ത് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കത് ബാലൻസ് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ എത്ര സമയം കിട്ടിയാലും നമ്മൾ ഫ്രണ്ട്സായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക, നമ്മൾ കൂട്ടുകാരായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക, അതുപോലെ ഫ്രണ്ട്സിനെയും എല്ലാവരായിട്ടും ചിലവഴിക്കുക, കുടുംബത്തിലെ ആളുകളായിട്ടും ഒക്കെ ഒന്ന് സമയം ചെയ്താൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളെ ലൈഫിലെ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു പരിധി വരെ. അപ്പോൾ അത് കീപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. So start loving yourself, find time for yourself. Dr. Anis Ali's Mind Wellness YouTube channel മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me Shivani signing off. Thank you.